അടങ്ങിയിരിക്കണം. മതി മതി. അയ്യോ മോന് എത്തണില്ല. മോന് ചേച്ചിയുടെ മടിയിലിരുത്തിയിട്ട് പാപ്പം തരട്ടെ. പാപ്പം തരട്ടെ. അത് വേണ്ട, അതിനുള്ള അറേഞ്ച്മെന്റ്സ് ഞാൻ ചെയ്തോളാം. അയ്യോ പാവം. ഈ പില്ലോല് പൊക്കി ഇരുത്തിയാ പോരെ? ഞാൻ പൊക്കാം. വേണ്ട വേണ്ട, ഇവനെ പൊക്കാനല്ലേ ഞാൻ ഇവിടെ ഉള്ളേ. പ്രിയ, കൊച്ചിനുള്ള ഫുഡ് എടുക്കും. അയ്യോ മോന് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കിയിട്ടുണ്ടേ. ഇപ്പൊ വരെ. അതൊന്നും നമുക്ക് ദഹിക്കൂല. മോനു, ഇതെന്താ? ഇത് സെർലാക്ക്. എനിക്ക് വിന്താലു, ഇവന് സെർലാക്ക്. കറക്റ്റാ. നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കണമെന്ന് നന്ദേട്ടന് നിർബന്ധമായിരുന്നു. അത് പിന്നെ ഇവക്ക് ഈ ഉപ്പേരിയും മെഴുക്ക് വരട്ടേക്ക് അറിയുള്ളേ, അതുകൊണ്ടാണ് ഞാൻ വെറുതെ ഒന്ന് കോത്തിൽ ഇറങ്ങിയത്. സാറ് പോലീസിൽ കുക്കാണോ? കഴിക്ക്. പോലീസുകാരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് കുറേ ആയി. എന്തോ അല്ല, ഞങ്ങളെ വീടിന്റെ അടുത്തൊരു പോലീസുകാരുണ്ട്. അയാൾ ഇങ്ങനെ പലതരം വിന്താലുകൾ ഉണ്ടാക്കി ഞങ്ങളെ കുത്തിത്തിരിക്കും. ഭയങ്കര സ്നേഹം. എന്താടാ? സെർലാക്കും ബീഫും കൂടി ശരിയാവില്ല. കുറച്ചും കൂടി പ്രായമാവട്ടെ എന്നിട്ട് കഴിക്കാം. ഇത്രയും ടേസ്റ്റുള്ള വിന്താലു കഴിച്ചിട്ട് കുറെ കാലമായി. ലാസ്റ്റ് വീക്കിലും ഞങ്ങളൊന്ന് ഗോവയ്ക്ക് പോയി. അവിടെ നിന്നൊരു വിന്താലു കഴിച്ചു. അതാണ് വിന്താലു. വെള്ളം കുടി. കഴിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് വേറെ എന്തെങ്കിലും ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ ഇക്കള് വരുന്നത്. അങ്ങനെയല്ലേ? നിങ്ങൾ ഗോവയ്ക്ക് പോയിട്ടുണ്ടോ? ഇവൻ കടല കണ്ട വയലുണ്ടാവും. ഇറ്റ്സ് എ വെരി നൈസ് പ്ലേസ്. ഒരു തവണയെങ്കിലും ഒന്ന് പോകുന്നതല്ല. സബാനി കിൻഡർ ഗാർഡൻ കോഴ്സ് ചെയ്ത് വിടുന്ന മൈസൂരിൽ നിന്ന്. പക്ഷെ ഇവിടുത്തെ അസോസിയേഷനെ കൊടുത്തിരിക്കുന്ന സർട്ടിഫിക്കറ്റ് ബാംഗ്ലൂരിലാണല്ലോ. അല്ല, അത് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ബാംഗ്ലൂരും പോയി. അപ്പൊ ഒരുപാട് കോഴ്സുകൾ കയ്യിലുണ്ടല്ലേ? കുറെ സർട്ടിഫിക്കറ്റുകളും. നന്ദ, ഇത് മാർട്ടിൻ. ഹലോ മാർട്ടിൻ. ഹായ്. പ്ലീസ് ഹാവ് എ സീറ്റ്. താങ്ക് യു. ഹൗ വാസ് യുവർ ഫ്ലൈറ്റ്? ഫൈൻ. എനിവേ, താങ്ക് യു സോ മച്ച് ഫോർ യുവർ ഹെൽപ്പ്. ശരിക്കും മാർട്ടിനോട് ഉണ്ടായിരുന്നുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം ഇത്ര സ്മൂത്ത് ആയത്. നോട്ട് എ പ്രോബ്ലം സർ. സോ എന്താണ് പുതിയ ഇൻഫർമേഷൻ? ഫോണിൽ കൂടെ പറയാൻ പറ്റില്ല എന്ന് താൻ പറഞ്ഞപ്പോൾ ഐ കുഡ് ഗസ്. സംഭവം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണല്ലേ? കുറച്ചല്ല സർ, കുറച്ചധികം കോംപ്ലിക്കേറ്റഡ് ആണ്. ദേവനയച്ച ഫോട്ടോസിൽ നിന്ന് എനിക്ക് അവരെ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചു. പിന്നെ കാര്യങ്ങളുടെ സീരിയസ്നെസ് മനസ്സിലായപ്പോൾ ഞാൻ അവരുടെ കണക്ഷൻസ് ട്രേസ് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ അവർ പോയ സ്ഥലങ്ങളിലൂടെ ഞാനും പോയി. അവർ കണ്ടുമുട്ടിയ ആളുകളുമായി ഞാൻ സംസാരിച്ചു. ഇവരുടെ മോട്ടീവ് തേടിയുള്ള ഇൻവെസ്റ്റിഗേഷൻ ദാറ്റ് ലെഡ് മീ ടു ദ പൊളിറ്റിക്കൽ കിങ് പിൻ ഓഫ് ഗോവൻ മാഫിയ, മിസ്റ്റർ സാവിയോ അരോറ.